ആരോഗ്യം നിലനിർത്താൻ ഒഴിവാക്കാം ഈ 6 ശീലങ്ങൾ. നമ്മൾ താഴെ പറയുന്ന 6 ശീലങ്ങൾ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. ആരോഗ്യം അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ധാരാളം ആളുകൾ നഷ്ടത്തിലാണ്: ആരോഗ്യവും ഒഴിവ് സമയവും. സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഒരു ഹദീസാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നത് വെറും സൗന്ദര്യത്തിനോ ശരീരഭാരം കുറയ്ക്കാനോ വേണ്ടി മാത്രമല്ല. അള്ളാഹു നമുക്ക് നൽകിയ ഈ ശരീരം ഒരു അമാനത്താണ്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചില ചെറിയ ശീലങ്ങൾ പതിയെ നമ്മുടെ ഉറക്കത്തെയും ദഹനത്തെയും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ബാധിച്ചേക്കാം. ആരോഗ്യകരമായ ജീവിതത്തിനായി ഒഴിവാക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യേണ്ട 6 പ്രധാന ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. അമിതമായ മധുരവും പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളും. ബിസ്ക്കറ്റ്, കേക്ക്, മിഠായി, മധുരപാനീയങ്ങൾ. ഒന്ന് കഴിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇവ പതിവായി അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അല്ലാഹു ഖുർആനിൽ പറയുന്നു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നാൽ അതിന് കവിയരുത്. സൂറത്തുൽ ആറാഫിൽ 7:31, 7-ാമത്തെ സൂറ 31-ാമത്തെ ആയ. ഇസ്ലാം ഭക്ഷണം ആസ്വദിക്കുന്നത് വിലക്കുന്നില്ല, പക്ഷേ അമിതത്വത്തെ നിരുത്സാഹപ്പെടുത്തുന്നു. അതുകൊണ്ട് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളുടെ അളവ് നിയന്ത്രിക്കുക. 2-ാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളുടെ അമിത ഉപയോഗം. മൈദ, വൈറ്റ് ബ്രെഡ്, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, അമിതമായ വെള്ളച്ചോറ്, ഇത്തരം ഭക്ഷണങ്ങളിൽ പലതിലും നാരുകളുടെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് കഴിക്കുന്ന അളവിൽ ശ്രദ്ധ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ആലോചിക്കുക. മനുഷ്യൻ നിറക്കുന്ന ഏറ്റവും മോശമായ പാത്രം അവൻ്റെ വയറാണ്. ആവശ്യത്തിന് ഭക്ഷണം, അമിതമായി അല്ല. ഭക്ഷണത്തിലെ മിതത്വം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. ഇനി 3-ാമത്തേതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ശരീരത്തെ ചലിപ്പിക്കാതെയുള്ള ജീവിതം. മണിക്കൂറുകളോളം ഇരിക്കുക, മൊബൈൽ നോക്കുക, ടിവിയുടെ മുന്നിൽ ചിലവഴിക്കുക, വാഹനങ്ങളെ മാത്രം ആശ്രയിക്കുക. അപ്പം അത് ശരീരം തീരെ ചലിപ്പിക്കാത്ത ജീവിതം. അപ്പം അത് നമ്മളെ ബാധിക്കും. ശരീരത്തിന് ആവശ്യമായ ചലനം ലഭിക്കാത്ത ജീവിതശൈലി ആരോഗ്യത്തെ ബാധിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശക്തനായ വിശ്വാസി ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് കൂടുതൽ പ്രിയപ്പെട്ടവനും ഉത്തമനുമാണ്. സഹീഹ് മുസ്ലിമിൽ പറഞ്ഞ ഹദീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നടക്കുക, വ്യായാമം ചെയ്യുക, ശരീരത്തെ സജീവമായി നിലനിർത്തുക, നിങ്ങളുടെ ആരോഗ്യത്തിന് അനുയോജ്യമായ ശാരീരിക പ്രവർത്തനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. അപ്പോൾ 4-ാമത്തേതായിട്ട് അമിതമായ കഫീൻ ഉപയോഗം. ചായ, കാപ്പി, എനർജി ഡ്രിങ്കുകൾ ഇവയുടെ അമിതമായ ഉപയോഗം ചിലരിൽ ഉറക്കത്തെയും ശരീരത്തിൻ്റെ സ്വാഭാവിക വിശ്രമത്തെയും ബാധിച്ചേക്കാം. നല്ല ഉറക്കം നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെ പ്രധാനമാണ്. ശരിയായ വിശ്രമം ലഭിച്ചാൽ ഫജ്റിന് എഴുന്നേൽക്കാനും ഇബാദത്തുകൾ നിർവഹിക്കാനും ദിവസത്തെ ഉത്തരവാദിത്തങ്ങൾ ഉന്മേഷത്തോടെ ചെയ്യാനും നമുക്ക് സഹായകരമാകും. അതുകൊണ്ട് കഫീൻ ഉപയോഗത്തിൽ മിതത്വം പാലിക്കുക. ഇനി 5-ാമത്തേതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അമിതമായ വറുത്തതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണങ്ങൾ. ഫാസ്റ്റ് ഫുഡ്, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, അമിതമായ കൊഴുപ്പടങ്ങിയ വിഭവങ്ങൾ. നാവിന് രുചിയുള്ളതായിരിക്കാം, പക്ഷേ രുചി മാത്രം നോക്കി ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് നല്ല ശീലമല്ല. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മിതത്വമാണ്. ഭക്ഷണം ആസ്വദിക്കുക, പക്ഷേ അമിതത്വം ഒഴിവാക്കുക. നമ്മുടെ ഭക്ഷണശീലം നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 6-ാമത്തേതായിട്ട് ക്രമമില്ലാത്ത ഭക്ഷണവും ഉറക്കവും. അത് നമ്മൾ സൂക്ഷിക്കണം. വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതിന് തൊട്ടും അമിതമായി ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ പ്രശ്നമാണ്. രാത്രി ഏറെ വൈകി ഉറങ്ങാതിരിക്കുക, ദിവസവും വ്യത്യസ്ത സമയങ്ങളിൽ ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുക. ഇത്തരം ക്രമമില്ലാത്ത ജീവിതശൈലി നമ്മുടെ ഉറക്കത്തെയും ദഹനത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ബാധിച്ചേക്കാം. ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിനും നമ്മളോട് അവകാശമുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിലും ഉറക്കത്തിലും കഴിയുന്നത്ര നല്ലൊരു ക്രമം കൊണ്ടുവരാൻ ശ്രമിക്കുക. അവസാനമായി ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ശരീരം അള്ളാഹു നൽകിയ ഒരു അമാനത്താണ്. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അത് തിരികെ നേടാൻ വലിയ വില നൽകേണ്ടി വരും. അതുകൊണ്ട് രോഗം വന്നതിന് ശേഷം ആരോഗ്യം അന്വേഷിക്കാതെ ആരോഗ്യമുള്ളപ്പോൾ തന്നെ അതിനെ സംരക്ഷിക്കുക. ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക, ശരീരത്തെ ചലിപ്പിക്കുക, നല്ല ഉറക്കം ഉറപ്പാക്കുക,
അള്ളാഹു നൽകിയ ആരോഗ്യത്തിന് നന്ദിയുള്ളവരാകുക നമ്മുടെ ശരീരവും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ 6 ശീലങ്ങൾ നിങ്ങൾ ആദ്യം മാറ്റാൻ പോകുന്നത് ഏതാണ്? കമൻറ്റിൽ പറയുക.